2014 വർഗീയ അജണ്ട പ്രസരിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ബി.ജെ.പിക്ക് പിന്നീട് അങ്ങോട്ട് നിലതെറ്റിയപ്പോൾ കളം മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നീതിയെ ചവിട്ടിമെതിച്ച് ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ജനാധിപത്യത്തെ നിഷ്ഠൂരമായി കഴുത്തുഞെരിച്ച് രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പച്ചയായി വോട്ട് കൊള്ള നടത്തി അധികാരം നിലനിർത്തുകയായിരുന്നു ബി.ജെ.പി. അതിന് ഏറ്റവും കൂടുതൽ വഴിവെച്ച് കൊടുത്തുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ മോദിക്ക് വേണ്ടി വഴിവിട്ട് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് കൂടെ നിന്നു. കടുത്ത മോദി ഭക്തനായ ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിൽ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. എങ്കിലും ജ്ഞാനേഷ് കുമാറിനെ മോദി നിയമിക്കുകയായിരുന്നു. തുടർന്നങ്ങോട്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ നികൃഷ്ടമായ നീക്കമാണ് നടന്നത്. മോദിക്ക് സ്തുതി പാടിക്കൊണ്ട് മോദിയുടെ വരുതിക്ക് നിന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യക്തമായ സഹായങ്ങൾ ചെയ്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പൂട്ടാനുള്ള ഇന്ത്യ മുന്നണി നീക്കം ഇപ്പോൾ രാജ്യത്ത് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബൂത്തിലെ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ കാലാവധി 5 വർഷം എന്നത് വെറും 45 ദിവസമാക്കി വെട്ടിച്ചുരുക്കിക്കൊണ്ട് കൊള്ളയുടെ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ നിയമപരമായി നടത്തിയ നീക്കം പക്ഷെ പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇന്ത്യ മുന്നണി നടത്തിയ നീക്കം ജ്ഞാനേഷ് കുമാറിനെ കുടുക്കി എന്ന് വേണം കരുതാൻ. സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ട് ബി.ജെ.പി. നടത്തിയ വോട്ട് കൊള്ളയുടെ വ്യക്തമായ തെളിവുകളുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് പലപ്പോഴും. ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, ഒഡീഷയിൽ, ഹരിയാനയിൽ, ബീഹാറിൽ, കേരളത്തിലടക്കം നടത്തിയ തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ രാജ്യത്ത് വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിപക്ഷ പാർട്ടികൾ നിയമപരമായി പാറ്റ്ന കോടതിയിൽ ഹർജികളും നൽകി. രാജ്യത്തുടനീളം പരാതികളുടെ ഒഴുക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോടതികളിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദുരൂഹമായ ഇടപെടലുകൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷനെതിരെ FIR ഇട്ടു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് രാജ്യത്ത് കോൺഗ്രസ് ഉയർത്തിയ മോദിയുടെ വോട്ട് ചോരി എന്ന ആരോപണം ശരിവെക്കുന്നതായാണ് തെളിയുന്നത്. ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് ഉൾപ്പെടെ ബി.ജെ.പി. ജയിച്ചു കയറിയ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അത്ര പന്തിയല്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്തിൻ്റെ തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലാണ് ഇപ്പോൾ കോടതിയിലേക്ക് നീങ്ങുന്നത്. രാജ്യത്താകമാനം SIR വഴിയും വൻ നീക്കമാണ് ബി.ജെ.പി. ആസൂത്രണം ചെയ്യുന്നത്. SIR പൂർത്തീകരിച്ച് കരടുരേഖ പുറത്തു വന്നപ്പോൾ തന്നെ ബി.ജെ.പി. എന്തുദ്ദേശിച്ചോ അതിന് വിപരീതമായാണ് തിരിച്ചടിച്ചത്. മറ്റൊന്നുമല്ല, ബി.ജെ.പി. സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബി.ജെ.പി. അനുകൂല വോട്ടർമാരെ കാണാനില്ല. പക്ഷേ തൊട്ടു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇവർ വോട്ട് ചെയ്തതും ഇപ്പോൾ കാണാതായതുമായ പ്രദേശങ്ങളിലെ സ്ഥിരം താമസക്കാരല്ല എന്നതും വോട്ട് കൊള്ളയുടെ ആഴം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളും പ്രതീക്ഷ നൽകുന്നതാണ്. രാജ്യത്ത് ഏറ്റവും ശക്തമായി SIRനെതിരെ ശബ്ദമുയർത്തിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. SIRൽ അട്ടിമറി നീക്കങ്ങൾ ബി.ജെ.പി. ആസൂത്രണം ചെയ്യുന്നത് കണ്ടെത്താൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയുടെ പിന്തുണ തേടിയിരിക്കുകയാണ്. പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് മാസങ്ങൾക്ക് മുൻപ് 2025 തുടക്കത്തിൽ തന്നെ പശ്ചിമ ബംഗാളിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾക്ക് ശ്രമം നടന്നിരുന്നു എന്ന് മമതാ ബാനർജി ആരോപിച്ചിരുന്നു. ആഴത്തിലുള്ള ക്രമക്കേടാണ് നടക്കുന്നതെന്നും യഥാർത്ഥ വോട്ടർമാരെ നീക്കി പുറം നാട്ടുകാരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് എന്നും ഉദാഹരണ സഹിതം മമതാ ബാനർജി പറഞ്ഞിരുന്നു പരസ്യമായി. അർഹരായ ഒരാളെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താൽ മോദി ഭരണത്തിൻ്റെ അവസാനമായിരിക്കുമെന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ താക്കീത് മോദിക്ക് നേരെ ഉയർന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും മോദിക്ക് നേരെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അത് മോദി ഭരണത്തിൻ്റെ അവസാനം കുറിക്കാനുള്ള കാഹളധ്വനിയാണ് എന്ന് വേണം കരുതാൻ. മോദിക്ക് വേണ്ടി അരയും തലയും മുറുക്കി ജനാധിപത്യത്തെ അന്ധചിത്രം നടത്തിയ ജ്ഞാനേഷ് കുമാറിനെതിരെ FIR ഇട്ടു എന്ന് കേൾക്കുമ്പോൾ രാജ്യം പൂർണ്ണമായും മോദിക്ക് കീഴിലല്ല എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. രാജ്യം ബി.ജെ.പി. പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ബംഗാൾ സന്ദർശനത്തിൽ അമിത്ഷായുടെ ഒരു പ്രസ്താവന രാജ്യത്ത് ചർച്ചയായി ഉയർന്നു വരുന്നത്. അറിയാതെയാണെങ്കിലും ആ സത്യം അമിത്ഷായുടെ നാവിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യാഥാർത്ഥ്യത്തിൽ ബി.ജെ.പി. നേതാക്കളുടെ മനസ്സിലുള്ള എന്നാൽ പുറത്തു പറയാൻ മടിയുള്ള ഒരു കാര്യം അമിത്ഷാ പറഞ്ഞു പോവുകയായിരുന്നു. തൃണമൂലിന്റെ ഭരണത്തിന് മുൻപ്, കമ്മ്യൂണിസ്റ്റുകളുടെ ഭരണത്തിന് മുൻപ് ബംഗാളിൽ പെർ ക്യാപിറ്റ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ 127% കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് അമിത്ഷാ പറഞ്ഞത്. മമതയുടെ ഭരണവും
കമ്മ്യൂണിസ്റ്റ് ഭരണവും വരുന്നതിന് മുൻപ് മികച്ച രീതിയിൽ ബംഗാൾ ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാർ ആയിരുന്നു എന്ന സത്യമാണ്. ആ സത്യം നിലനിൽക്കുമ്പോഴാണ് അമിത്ഷായുടെ ഈ പരാമർശം അറിയാതെയാണെങ്കിലും വെളിയിൽ വന്നത്. കോൺഗ്രസ് അന്ന് ബംഗാൾ ഭരിച്ചിരുന്ന സമയം ബംഗാളിലെ ജനം ദേശീയ ശരാശരിയേക്കാൾ 27% കൂടുതൽ സമ്പാദിച്ചിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് അമിത്ഷാ. അമിത്ഷാ പറഞ്ഞു വന്നത് നിലവിലെ സാഹചര്യത്തേക്കാൾ വലിയ തോതിലുള്ള മികച്ച ഭരണമാണ് കോൺഗ്രസ് അവിടെ അന്ന് കാഴ്ചവെച്ചത് എന്ന് സാരം. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നതും കോൺഗ്രസ് ആണ് എന്നത് ഓർക്കണം. രാജ്യം BJP കള്ളക്കളിയിലൂടെ പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോഴും അവർക്കറിയാം രാജ്യം ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഭരണത്തിൽ സമ്പുഷ്ടമായിരുന്നു എന്ന്. പക്ഷേ BJP അത് മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുന്നതിനാൽ തുറന്ന് പറയാൻ മടി കാണിക്കുമ്പോഴും ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി സത്യം വെളിയിൽ വരും. കാരണം അമിത്ഷാ ഇപ്പോൾ പറഞ്ഞതാണ് സത്യം. അത് രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അത് സാധ്യമാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് വഴി തുറന്നിരിക്കുകയാണ്. ജനം അത് മനസ്സിലാക്കിയും കഴിഞ്ഞു. രാജ്യം ഇന്ന് BJPയുടെ ഭരണത്തിൽ നേരിടുന്ന കടുത്ത പ്രതിസന്ധികൾ അവസാനിപ്പിച്ച് ഭരണത്തിലേറുകയും ചെയ്ത് സുസ്ഥിരമായ ജനാധിപത്യവും ഐക്യത്തോടെയുള്ള ബഹുസ്വരതയും ഇവിടെ നടപ്പിലാക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ തെളിവാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള നടപടികളിലും ഇടപെടലുകളും. ഇത് രാജ്യത്ത് ഒരു കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റത്തിനുള്ള തുടക്കം എന്നാണ് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നാളെ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ കയറുമ്പോൾ ഈ ആരോപണങ്ങളൊക്കെ നിലനിന്നുകൊണ്ട് തന്നെ മോദിക്കെതിരെ കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് മോദിയെയും മോദിക്ക് കൂട്ടുനിന്ന ജ്ഞാനേഷ് കുമാറിനെയും പൂട്ടാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.